ഞങ്ങളുടെ അലീനെ പറപ്പിക്കാൻ വന്നു. അതെ, അച്ചായൻ പറഞ്ഞോ? ഞാൻ പറന്നു പോയി, വീണുപോയി. അതാണ് സത്യം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത്, വഴി മഴതോരും മുമ്പേ എന്ന സീരിയൽ തന്നെ ഹിറ്റാ. അതിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിൻ്റെ കാസ്റ്റിംഗ്. ഇപ്പം അച്ചായനെ തന്നെ കൊണ്ടുവന്നത് ഇതാരെ കാസ്റ്റ് ചെയ്യുന്ന ആരാ? ജോയ് സാറ്. അപ്പോൾ ജോയ്സി സാറി കണ്ടൊരു മാജിക് എന്തുമായിരിക്കും? അങ്ങേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, അങ്ങേരുടെ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ. അത് ഇന്നതായിരിക്കണം, ഇന്നതുപോലെ ആയിരിക്കണം, ഇങ്ങനെയേ സംസാരിക്കാവൂ. അത് കൃത്യമായിട്ട് ഓരോരുത്തരിലും അങ്ങേര് കാണുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഞാൻ കോട്ടയംകാരനാണ്. അതിലേത് ഞാൻ അങ്ങേരുടെ ഓമനത്തിങ്കൾ പക്ഷി തുടങ്ങുന്നു. ഓക്കെ. ഈറം നിലാവും മഞ്ഞുരുവും കാലവും തുടങ്ങുന്ന മെഗാ സീരിയലുകൾ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒക്കെ വിളിക്കും. ഇത് തുടങ്ങിയപ്പോൾ ആക്രാന്തം കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു, എനിക്കൊരു ചാൻസ് വേണേ. എനിക്ക് എന്നെ മറന്നോ? അങ്ങനെ മതി, എന്നെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. 300 എപ്പിസോഡ് കഴിയുമ്പം വരും. 305-ാമത്തെ എപ്പിസോഡിൽ ഞാൻ റെഡിയാണ്. അടിപൊളി. ഒരു കാര്യമേ ഉള്ളൂ, അച്ഛനിപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്, നാളെ ഷൂട്ടുണ്ട്, മനു വിളിച്ചോളൂ. കഴിഞ്ഞു. ഈ ഔദക്കുട്ടിച്ചാൻ്റെ ശരിക്കുള്ള പേരെന്തുവാ? ഔതക്കുട്ടി. റിയൽ നെയിം മനസ്സിലായില്ല. സീരിയലിലെ പേരല്ല ഔദക്കുട്ടി. ഔതക്കുട്ടി എൻ്റെ ശരിക്കുള്ള പേര്. എൻ്റെ ശരിക്കുള്ള പേര് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞ്. അതിൽ ഈ അച്ചൻകുഞ്ഞിൻ്റെ അകത്ത് ഞാനൊരു കോട്ടയം കൂടെ ചേർത്തു. ഓക്കെ. കാരണം വേറൊരു അച്ചൻകുഞ്ഞുണ്ടായിരുന്നു, ലോറി അച്ചൻകുഞ്ഞ്, കോട്ടയത്ത് തന്നെ. ഞങ്ങൾ നാടകക്കാരാണ്, നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേര് ലോറി അച്ചൻകുഞ്ഞായി, അച്ചൻകുഞ്ഞ് മാത്രമായി. പിന്നെ അച്ചൻകുഞ്ഞ്. അപ്പോൾ ഈ അച്ചൻകുഞ്ഞ് മാത്രം ഞാനിത് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ ഒരു അച്ചൻകുഞ്ഞ് വേറെ ഇല്ലാറില്ല. അത് എന്ന് ചോദിക്കുമ്പം അത് നമുക്കൊരു ക്ഷീണം പോലെ തോന്നി. അതെ. ഞാൻ ഉടനെ കയറി കോട്ടയം അങ്ങ് വെച്ചു. ഇനി ആ പേര് ആരും കൊണ്ടുപോകണ്ട, വേണ്ട. അങ്ങനെ കോട്ടയം അച്ചൻകുഞ്ഞായി. ഈ ഔദക്കുട്ടിച്ചായന് ഈ സീരിയലിലോട്ട് എൻട്രി ആവുന്നു, ഇത്രയും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല. കാരണം 300 എപ്പിസോഡ് കളിച്ച സീരിയലുകളൊക്കെ ഉണ്ട് ഞാൻ. ഒരൊറ്റ മനുഷ്യൻ നീ ഏതാന്ന് ചോദിച്ചിട്ടില്ല. ഞാനിവിടെ കയറി 3-ാമത്തെ എപ്പിസോഡിൽ എന്നെ ഔദക്കുട്ടിച്ചായ എന്ന് വിളിക്കാൻ തുടങ്ങി പ്രേക്ഷകർ. ഇന്ന് കമൻറ്റ് ബോക്സുകൾ നിരന്തരമായി എടുത്തു നോക്കുമ്പം ഈ ഔദക്കുട്ടിച്ചായൻ മഴതോരും മുമ്പേ വന്നതിന് ശേഷമാണോ ഒന്ന് ചിരിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ കറക്റ്റ് കാസ്റ്റിംഗ് നിങ്ങൾ കൊണ്ടു തന്നു? ഈ അച്ചായൻ ഇത്രയും കാലം ഇവിടെ ആയിരുന്നു, എന്താ മറുപടി? ഇത്രയും കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു ഒരാ കാരണം. 300 എപ്പിസോഡ് കളിച്ച ഇതിൻ്റെ അകത്ത്, സീരിയലിൻ്റെ അകത്ത് ഒരുത്തരും തിരിഞ്ഞറിഞ്ഞില്ല, തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇപ്പം വിളിച്ചു, അത് കുടിച്ചായ ഹലോ. ഈ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്. എന്തോ വിളിക്കുന്നേ? അത് കുട്ടിച്ചായോ, മീസി അച്ചായോ. പോരെ. മീസി അച്ചായൻ ഒരു ഫാൻസ് ഗ്രൂപ്പ് വരെ ഉണ്ട് കേട്ടോ. ഉണ്ട്. ഇതൊന്നും നമുക്കറിയില്ലല്ലോ, നമുക്കിങ്ങനെയുള്ളതൊന്നും അറിയില്ലല്ലോ. പണ്ടത്തെ കാലത്തെ മനുഷ്യനാണ് ഞാൻ. അതെ. കപ്പ തിന്നും കൃഷി ചെയ്തും കന്ന് പൂട്ടിയൊക്കെ ജീവിച്ചിട്ടുള്ള കുടുംബ പാരമ്പര്യമാണ്. ആ പറമ്പിൽ കിളച്ചതിൻ്റെ ആരോഗ്യമാണ് ഇപ്പോഴും. ഈ മീശയ്ക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഞങ്ങളുടെ ക്യാമറ നോക്കി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പിരിക്കാവോ? പിരിക്കുന്ന 2 കൈ കൊണ്ടും പിരിക്കാം, ഒറ്റ കൈ കൊണ്ടും പിരിക്കാം. ഇത് രണ്ടും ആയാലും എൻ്റെ ഷേപ്പിന് മാറ്റവും വരില്ല. ഈ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഔദക്കുട്ടിച്ചായൻ ഈ മീശയേ ഉള്ളൂ, ഒരു ശുദ്ധനാണോ? മനസ്സിലൊന്നുമില്ല, കളങ്കമില്ല. ആരെങ്കിലും തല്ലിയേച്ച് പോയാൽ പിറ്റേ ദിവസം പോയി തല്ലു എന്നുള്ളതേ ഉള്ളൂ, അന്നേരം തല്ലിയില്ല. സാധാരണ അപ്പം കൊടുത്താൽ തിരിച്ചു കൊടുക്കണ്ടേ? ഇല്ല. അത് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ പിറ്റേ ദിവസം കൊടുക്കും. അതിന്